ലോക ജനസംഖ്യയിൽ ആൾക്കാർ മരണപ്പെടുന്നതിലെ പ്രധാന 10 രോഗങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാമത്തതും രണ്ടാമതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഹാർട്ട് ഡിസീസസ്, സ്ട്രോക്ക്. ഇത് വരാനുള്ള കാരണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഹെൽത്ത് വിത്ത് മുനവ്വർ. ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് ഇത് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ആത്രോസ്ക്ലീറോസിസ്. നമ്മുടെ ധമനികളില് കൊളസ്ട്രോള്, ഫാറ്റ്, കാൽസ്യം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അടിഞ്ഞുകൂടുന്ന ഒരു കണ്ടീഷനെയാണ് ആത്രോസ്ക്ലീറോസിസ് എന്ന് പറയുക. ഇതുമൂലം നമ്മുടെ ധമനികൾ ചുരുങ്ങുക, അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ കുറയും, ധമനികളിൽ നീർക്കെട്ടുണ്ടാവുക. ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഹൃദയ ധമനികളിലാണ്. അതുകൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. മസ്തിഷ്ക ധമനിയാണ് അടുത്തത്, അതുകൊണ്ട് സ്ട്രോക്ക് സംഭവിക്കും. മൂന്നാമത്തത് കാലിലെ ധമനികള് ആൻഡ് ഫൈനൽ വൺ കിഡ്നി ധമനികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് കിഡ്നി പ്രോബ്ലം ഉണ്ടാക്കുന്നു. ആത്രോസ്ക്ലീറോസിസ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മോശം കൊളസ്ട്രോൾ ധമനികളുടെ അകത്തേക്ക് കയറുന്നു. അതുകൊണ്ട് തന്നെ ധമനികളിൽ നീർക്കെട്ടുണ്ടാവുന്നു. അവിടെ കൊഴുപ്പും കോശങ്ങളും ചേർന്ന് ഇതുപോലൊരു പ്ലാക്യൂ ഇവിടെ ഉണ്ടാവും. ഈ പ്ലാക്യൂ വലുതാവുമ്പോൾ രക്തക്കൊയിലുകൾ ചുരുങ്ങും, സർക്കുലേഷൻ, രക്തയോട്ടം കുറയും. അതോടൊപ്പം തന്നെ ഈ പ്ലാക്യൂ പൊട്ടുമ്പോൾ ബ്ലഡ് ക്ലോട്ട് അവിടെ സംഭവിക്കും. ഈ ഒരു കണ്ടീഷനെയാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ പ്രധാന ലക്ഷണങ്ങള് ഒന്നാമത്തതാണ് ആൻജൈന പെക്ടോറിസ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഷോൾഡർ മുതൽ തുടങ്ങി നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിന്റെ ഇവിടെ പെയിൻ റേഡിയേറ്റ് ആയിട്ട് വരിക. പെയിൻ ഇങ്ങനെ ഒരു പടർന്ന് വരുന്ന പോലെ തോന്നുക, ലെഫ്റ്റ് സൈഡ് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകാലുകളിൽ ഒരു ബലഹീനത പോലെ തോന്നുക, സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുക, അതോടൊപ്പം നടക്കുമ്പം വേദന, ശ്വാസം മുട്ടല്, തലകറക്കം ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കുറച്ച് കണ്ടീഷൻ ഉള്ളവരിൽ ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഒന്നാമത്തത് നന്നായിട്ട് പുകവലിക്കുന്നവർക്ക്, മദ്യപാനം, ഹൈ BP പ്രശ്നം, നല്ല കൊളസ്ട്രോൾ ഉള്ളവർക്ക്, അതോടൊപ്പം ഷുഗർ, കൺട്രോൾ ഇല്ലാതെ ഷുഗർ ഉണ്ടാവുക, പാരമ്പര്യമായിട്ടും ഉള്ളവരിലും ഇത് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെ ഭാവിയിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി 30 മിനിറ്റ് നടക്കുക, എണ്ണ, ട്രാൻസ് ഫാറ്റ് ഇതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിലൂടെ കുറക്കുക, അതോടൊപ്പം വെജിറ്റബിള്, ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക, നിങ്ങൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറക്കുക. ഇതൊക്കെയാണ് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നത്. സോ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് അറിവിനായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പവർഫുൾ ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.